മോദിക്ക് വേണ്ടി നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ദേശീയ ചാനലായ ABP ന്യൂസ് സി വോട്ടറുമായി ചേർന്ന് നടത്തുന്ന അഭിപ്രായ സർവേ പരമ്പരകളിലെ അവസാനത്തേത് പുറത്തു വന്നിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ ഫൈനൽ ഒപ്പീനിയൻ പോൾ എന്ന നിലയിൽ ഈ ഫലം അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലുണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം, ഇവർ കഴിഞ്ഞ അഭിപ്രായ സർവേകൾ പുറത്തുവിട്ടപ്പോൾ ദക്ഷിണേന്ത്യയിൽ BJPക്ക് അനുകൂലമായ ഒരു വികാരമുണ്ടായിരിക്കുകയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും BJP സീറ്റുകൾ നേടും എന്ന് പറഞ്ഞിരുന്നവർ ഈ രണ്ടിടങ്ങളിലും BJP പൂജ്യന്മാരായി തന്നെ തുടരും എന്ന് ഈ അവസാന പ്രീപോൾ സർവേയിൽ പറയുകയാണ്. കേരളത്തിലും BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല, തമിഴ്നാട്ടിലും BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല. രണ്ടിടങ്ങളിലും ഏകപക്ഷീയമായ വിജയം ഇന്ത്യ മഹാസഖ്യം നേടും എന്നതാണ്. തമിഴ്നാട്ടിലെ 39 സീറ്റും ഇന്ത്യ സഖ്യം നേടുന്നു. കേരളത്തിലെ 20 സീറ്റും UDF നേടും എന്നാണ് സി വോട്ടർ പറയുന്നത്. നേരത്തെ നടത്തിയ സർവേയിൽ 3 സീറ്റുകൾ വരെ LDFനും 1 സീറ്റ് BJPക്കും നൽകിയിരുന്നു സി വോട്ടർ. അവരുടെ 2 ഘട്ടങ്ങളിലായി നടന്ന പ്രീപോൾ സർവേകളിലും BJPക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കാനാകുമെന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല, LDFനും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്പോളിൻ്റെ സർവേയിലും 2 സീറ്റുകൾ വരെ പരമാവധി നേടാനുള്ള ഒരു സാധ്യതയെ LDFന് അനുകൂലമായി കേരളത്തിലുള്ളൂ എന്ന് കണ്ടെത്തിയിരുന്നു. UDFന് 18 മുതൽ 20 വരെ സീറ്റും നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവരും പറഞ്ഞിരുന്നത്. ഇപ്പോൾ സി വോട്ടറും പറയുന്നത് 20 സീറ്റും UDF നേടും എന്നാണ്. അങ്ങനെയെങ്കിൽ UDFന് അനുകൂലമായ ഒരു വലിയ തരംഗം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ BJPയുടെ അവസ്ഥ നോക്കൂ. അവർ തമിഴ്നാട്ടിൽ കൊട്ടിഘോഷിക്കുകയാണ്. അണ്ണാമലൈ ഇനി എന്തായാലും ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. 52% വോട്ടൊക്കെ നേടി അണ്ണാമലൈ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഈ ഉത്തരേന്ത്യൻ സംഘി പ്രൊഫൈലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തമിഴ്നാടിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അതിനുമൊക്കെ അപ്പുറത്താണ്. മൊത്തം 52% വോട്ട് നേടി സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഇന്ത്യ മഹാസഖ്യം തമിഴ്നാട്ടിൽ മഹാവിജയം നേടും. 2ാം സ്ഥാനത്തെത്തുന്ന AIDMKക്ക് 23% വോട്ടാണ് നേടാനാവുക. BJP 19% വോട്ട് നേടും. ഇപ്പോൾ BJP 19% വോട്ട് നേടുന്നു എന്ന് പറയുന്നത് BJPക്ക് ഉണ്ടാകുന്ന വളർച്ച സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ AIDMKയുമായി സഖ്യമില്ലാതെ BJPക്ക് ഒരു സീറ്റിൽ പോലും ജയിക്കാനാകില്ല എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത് ശരിവയ്ക്കുന്നതാണ്. ഇപ്പോൾ കോയമ്പത്തൂരിൽ ഏറ്റവും ഒടുവിൽ സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും കൂടി നടത്തിയ മഹാറാലിയിലെ ലക്ഷങ്ങളുടെ സാന്നിധ്യം കൂടി ആയപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം കോയമ്പത്തൂരിലെ അണ്ണാമലയുടെ വിജയം പ്രവചിച്ചിരുന്നത് നടക്കില്ല എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ സി വോട്ടറിൻ്റെ സർവേയിലുള്ളത്. കേരളത്തിലും അത് തന്നെയാണ് അവസ്ഥ. സുരേഷ് ഗോപിയും അനിൽ ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി ഇവർ ഉണ്ടാക്കിയെങ്കിലും ഈ അണ്ടിയോടടുക്കുമ്പോൾ മാങ്ങ പുളിക്കുമെന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന സർവേകളൊക്കെ തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും പത്തനംതിട്ടയിലായാലും ഒന്നും BJP രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇവരൊന്നും ഇവിടെ വന്ന് വ്യാപകമായി സർവേ നടത്തുന്നില്ല. ഇപ്പോൾ സി വോട്ടർ കുറച്ചുകൂടി ഈ സാമ്പിളുകൾ കളക്ട് ചെയ്ത് സർവേകൾ പുറത്തുവിടുന്ന ഒരു ഏജൻസിയാണ്. ഇപ്പോൾ ലോക്പോളും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മിനിമം 1350 സാമ്പിളുകൾ ഓരോ മണ്ഡലത്തിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ സാമ്പിളുകൾ കളക്ട് ചെയ്യാതെ കസേരയിൽ ഇരുന്ന് ഊഹിച്ചെഴുതുന്ന കണക്കുകൾ പുറത്തുവിടുന്ന ദേശീയ ചാനലുകളും ഇപ്പോൾ അവരുടെ നിലപാട് മാറ്റി തുടങ്ങുന്നു. ഇപ്പോൾ സി വോട്ടർ അടക്കം BJPക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കാനാകില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ അത് നൽകുന്നത് വലിയ സൂചനയാണ്. LDFൻ്റെ കാര്യം, LDFന് കഴിഞ്ഞ തവണ നേടിയ ഒരു സീറ്റും നിലനിർത്താനാകില്ല എന്ന് സി വോട്ടർ പറയുന്നതിൽ ഒരല്പം അതിശയോക്തി ഇല്ലാതില്ല. കാരണം UDFന് എതിരായി കൃത്യമായ വികാരം നിലനിൽക്കുന്ന ചില മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട്. അതായത് ഇപ്പോൾ LDFനെതിരായി വരാവുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് പിണറായി വിജയനെതിരായ എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ചെറിയ അംശമുണ്ട് എങ്കിൽ പോലും അതിനെ മറികടക്കാൻ കഴിയുന്ന കാരണങ്ങൾ UDFനെതിരായി UDF സ്ഥാനാർത്ഥികൾക്കെതിരായി നിലനിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ആലത്തൂരും മാവേലിക്കരയും തൃശ്ശൂരുമൊക്കെ അതിന് ഉദാഹരണമാണ്. തൃശ്ശൂരിൽ K. മുരളീധരൻ മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എങ്കിലും
മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റിയതെന്തിന് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. BJP വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം തങ്ങളിലേക്ക് സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് സുനിൽകുമാറിലൂടെ LDF അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റ് പല മണ്ഡലങ്ങളിലും കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ഇപ്പോൾ വടകര അടക്കമുള്ള മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് 20 സീറ്റും UDF നേടും എന്നുള്ള സി വോട്ടറിൻ്റെ പ്രവചനത്തെ അപ്പാടെ വിശ്വസിക്കാനാകില്ല. പക്ഷേ എന്തായാലും 20 സീറ്റും ഇന്ത്യ മഹാസഖ്യം നേടും എന്നുള്ള ആ പ്രവചനം ശരിയാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം തിരുവനന്തപുരത്തൊക്കെ ആദ്യം ഉണ്ടാക്കി വന്ന ഹൈപ്പിലെ നിലനിർത്തി പോകാൻ പോലും രാജീവ് ചന്ദ്രശേഖരനൊന്നും കഴിയുന്നില്ല. നരേന്ദ്രമോദി പോലും തിരുവനന്തപുരം മണ്ഡലത്തിനകത്ത് വന്ന് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി നടത്തുന്നില്ല. അദ്ദേഹം നേരെ കാട്ടാക്കടയിലേക്കാണ് പോകുന്നത്. കാട്ടാക്കട എന്ന് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ്. ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ വ്യാജ സത്യവാങ്മൂലവുമായൊക്കെ ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കടക്കം അമർശമുണ്ടായിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട കഴക്കൂട്ടം പോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്താമല്ലോ. മുരളീധരനേക്കാൾ പ്രാധാന്യം അവർ രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ മോദി തിരുവനന്തപുരത്ത് വന്ന് നടത്തിയ പരിപാടിയിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിരുന്നു ആ പരിപാടി നടന്നത്. അപ്പോൾ മോദിക്ക് പോലും വേണ്ടാത്തൊരു സ്ഥാനാർത്ഥി, അതുകൊണ്ടാണ് ശോഭനയൊക്കെ ഇറക്കുന്നത്. ശോഭനയ്ക്കൊക്കെ തിരുവനന്തപുരത്ത് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് കരുതുന്ന മണ്ടന്മാരാണിവർ. എന്തായാലും സി വോട്ടർ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നു. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറുതെ BJPക്ക് കുറേ സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ആളുകൾക്കിടയിൽ അവരുടെ വിശ്വാസ്യതയ്ക്ക് കൂടി തടസ്സമുണ്ടാകും എന്ന ബോധ്യത്തിൽ നിന്നാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വമ്പൻ തിരിച്ചടി എന്നുള്ള പ്രവചനത്തിലേക്ക് അവർ എത്തുന്നത്. കർണാടകയുടെ കാര്യത്തിൽ കർണാടകയിൽ 23 സീറ്റ് BJPയും JDSും കൂടി ഇപ്പോഴും നേടുമെന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ അത് അവരുടെ ഡാറ്റ തിരിഞ്ഞു പോയതായിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം 23 കോൺഗ്രസിനും 5 BJP JDS സഖ്യത്തിനും എന്നുള്ളതാണ്. സത്യത്തിൽ അവിടെ നിന്നില്ല. എങ്ങനെ പോയാലും 20 സീറ്റിനടുത്ത് നേടാനാകുമെന്നുള്ള ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസവും DK ശിവകുമാർ പങ്കുവച്ചിരുന്നു. അവിടുത്തെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര സർവേ, ആ ആഭ്യന്തര സർവേയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 134 സീറ്റ് നേടുമെന്ന് തുടക്കത്തിലേ പറയാൻ DK ശിവകുമാറിനെ പ്രേരിപ്പിച്ചത്. അത് നൽകുന്ന സൂചന 18 മുതൽ 20 വരെ സീറ്റുകൾ നേടാനാകുമെന്നുള്ളതാണ്. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെല്ലാം ഏറ്റവും ഒടുവിൽ പറഞ്ഞു തീർക്കാനായതും സാമുദായിക സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ നിലയിലേക്ക് കൊണ്ടുവരാൻ സിദ്ധരാമയ്യയും DKയും നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചതും കർണാടകയിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയ മൈസൂരു മംഗലാപുരം സന്ദർശനമൊക്കെ ഒരു കാറ്റുപോയ ബലൂണായിരുന്നു. പഴയതുപോലുള്ള ആവേശമില്ലായിരുന്നു, ആൾക്കൂട്ടം കുറവായിരുന്നു. ഇപ്പോൾ മോദിയോടുള്ള പഴയ ആവേശമൊക്കെ ചോർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലും ഇങ്ങനെയാണ് അവർ സർവേ നടത്തുന്നത്. അവിടെയാണ് ദക്ഷിണേന്ത്യ എങ്ങനെയാണ് BJPക്കെതിരായ വികാരം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്ന റിയാലിറ്റി ഇവർ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ കർണാടകയിൽ 5 സീറ്റായാൽ പോലും 4 സീറ്റ് അധികം കിട്ടുകയാണ് കോൺഗ്രസിന്. ആ നിലയിലേക്ക് മാറ്റമുണ്ടാകുന്നു. അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഈ 400 സീറ്റ് എന്ന ലക്ഷ്യവുമായി നടക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്.